ഡൽഹി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ സിമ്പിളായി അടിച്ചു വിളിച്ചു വരാമെന്നാണ് വീഡിയോ പറയാൻ പോകുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. സോ ഫുള്ളായി വാച്ച് ചെയ്യാം. ഗൈസ്, ഡൽഹി പോകുന്ന സമയത്ത് 2 സ്ഥലങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ട് തിരിച്ചു വരാൻ നോക്കുക. ഒന്ന് ആഗ്രയും പിന്നെ ഒന്ന് ഡൽഹിയും. ഓക്കെ, ഡൽഹി മാത്രം കറങ്ങേണ്ട കാര്യമില്ല, നിങ്ങൾ പോകുന്ന ബഡ്ജറ്റിന് രണ്ടും കറങ്ങി വരാവുന്നേ ഉള്ളൂ. ആഗ്രയിൽ ഫസ്റ്റ് നിങ്ങളുടെ കേരളത്തിൽ പോകുന്ന സമയത്ത് സ്ലീപ്പറിനാണ് 900 സംതിങ്ങും, പിന്നെ ജനറലാണ് 500 to 600 ഉള്ളിലും, എ സി ആണ് അതിൻ്റെ കൂടുതലുമാണ് എന്ത് വരുന്നത് പ്രൈസ് വരുന്നത് ടിക്കറ്റിന്. ഇപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആഗ്രയിൽ ഇറങ്ങാൻ നോക്കുക. സോ ആഗ്രയിൽ ഒരു മോർണിംഗ് എത്തുന്ന രീതിയിലാണ് നിങ്ങൾ ട്രെയിൻ ബുക്ക് ചെയ്യുന്നതെങ്കിൽ യൂസ്ഫുള്ളാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസം ഡേ എന്ത് ചെയ്യുക, ആഗ്ര കറങ്ങിയിട്ട് ഈവനിങ് ആകുമ്പോൾ ഡൽഹിക്ക് കയറാൻ പറ്റും. സോ അങ്ങനെ പറയാം, നിങ്ങൾ ഓവർ ലഗേജ് ഉണ്ടെങ്കിൽ ആഗ്ര റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് ലോക്കറിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ലഗേജ് വെക്കാൻ പറ്റും. ചെറിയ എമൗണ്ട് ഉള്ള 24 hours. സോ അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, താജ്മഹൽ കാണാൻ പോവാം. താജ്മഹൽ കാണാൻ പോകുമ്പോൾ വലിയ ക്യൂ ആയിരിക്കും ടിക്കറ്റ് എടുക്കാൻ. സോ ഓൺലൈനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഓൺലൈനിൽ നോക്കിയിട്ട് ബുക്ക് ചെയ്യുക, എന്നാൽ പിന്നെ പെട്ടെന്ന് സ്കാൻ ചെയ്തിട്ട് കയറാവുന്നേ ഉള്ളൂ. ആ ലൈനും കുറച്ചുണ്ടാവും, പക്ഷെ എന്നാലും മറ്റേ കാട്ടി കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ താജ്മഹൽ കറങ്ങി കഴിഞ്ഞിട്ട് നേരെ ആഗ്ര ഫോർട്ട് പോകാം. ആഗ്ര ഫോർട്ടും കറങ്ങുക. എന്നിട്ട് എന്ത് ചെയ്യാം, തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരിക, നിങ്ങളുടെ ലഗേജ് എടുക്കുക. പിന്നെ ഐഡൻറ്റി കാർഡ്, ആധാർ കാർഡ് എടുക്കാൻ മറക്കരുത്. പോകുന്ന സമയത്ത് കാരണം യൂസ്ഫുള്ളാണ് പറയാം. അപ്പോൾ നിങ്ങളിത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഡൽഹി കയറുക. ഡൽഹിയിൽ രാത്രി ഇന്ത്യ ഗേറ്റും കുത്തുബ് മിനാറും റെഡ് ഫോർട്ടൊക്കെ കാണാൻ പ്രത്യേകിച്ചും നല്ല വ്യൂ ആണ്. സോ അതിന് ക്ലോസിംഗ് ടൈം ഉണ്ട്, അതിന് മുമ്പ് എത്താൻ നോക്കുക. സോ ഇതിൻ്റെ മെട്രോ സ്റ്റേഷൻസ് പറയാം. ഒന്ന് കുത്തുബ് മിനാറിൻ്റെ മെട്രോ സ്റ്റേഷൻ നിയർ, പിന്നെ അതുപോലെ തന്നെ റെഡ് ഫോർട്ട്, ഇന്ത്യ ഗേറ്റിൻ്റെ മെട്രോ സ്റ്റേഷന്, ലോട്ടസ് ടെമ്പിൾ, പിന്നെ അതുപോലെ തന്നെ ഹുമയൂൺ ടോംബ്, പിന്നെ സ്റ്റെഫൽ ഉണ്ട്, എൻ്റെ പേരോടെ കൊടുക്കാം. അപ്പോൾ ജമാ മസ്ജിദ്, ഇതൊക്കെ ഡൽഹി കാണേണ്ട സ്ഥലങ്ങളാണ്. മെട്രോ യൂസ് ചെയ്താണ് നിങ്ങൾ പോകേണ്ടത്. കാരണം മെട്രോക്ക് 10, 20, 30, 40, 50 ആ റേഞ്ചിലൊക്കെ വരുള്ളൂ. ഡിസ്റ്റൻസ് അനുസരിച്ചാണ് മെട്രോൻ്റെ പ്രൈസ് വരുന്നത്. എന്തായാലും ചെറിയ പൈസയിലൂടെ മെട്രോ യൂസ് ചെയ്യാൻ അറിയായിരിക്കുന്നു. കാരണം അവിടെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെട്രോ ആപ്പ് ഉണ്ട്, ഡൽഹി മെട്രോ എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എവിടുന്ന് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് എൻ്റെ ഏത് മെട്രോ ഒക്കെ നല്ല ജസ്റ്റ് അടിച്ചു കൊടുത്താൽ പിന്നെ ഏത് ലൈനിലാണ് കയറേണ്ടത് കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ആ ലൈനിൽ പോയിട്ട് മെട്രോ കയറാവുന്നതാണ്. സോ നാവിഗേഷൻ എളുപ്പമാണ്. അവിടെ കറക്റ്റ് കളറും കാര്യമൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഒരുപാട് പോയി മനസ്സിലാവും. അപ്പോൾ വലിയ ചൊറയില്ലായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ സ്റ്റേക്കാണ് പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ചീപ്പായിട്ട് പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ ഗുരുദ്വാര ചൂസ് ചെയ്യാം. ഗുരുദ്വാര വെച്ച് ഫ്രീ ഫുഡ്, ഫ്രീ സ്റ്റേ ഒക്കെ കിട്ടും. സോ ആധാർ കാർഡ് കയ്യിൽ വെക്കുക, എനിക്ക് ചോദിക്കാനേ കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അവിടെ 200 rupees റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ ഫുഡ്, ഫ്രീ അക്കോമഡേഷനൊക്കെ അങ്ങ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യാം, ഗുരുദ്വാര ചൂസ് ചെയ്യാം. പിന്നുള്ളത് 500 rupees റൂം തന്നെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 500 rupees ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് പുതിയൊരു സ്റ്റേ അറേഞ്ച്മെൻറ്റ് വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ആയി ചൂസ് ചെയ്യാവുന്നതാണ്. 400 rupees, 500 rupees ഒക്കെ ഉള്ളൂ. സോ അതൊരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. നല്ലൊരു ക്ലീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ റൂംസും അവൈലബിൾ ആണ്. 500 rupees അങ്ങനെ എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ഡേയിൽ എന്ത് ചെയ്യാം, മെട്രോ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാം. ഞാൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്യാം. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ സ്ട്രീറ്റും ഫുഡും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ട് തിരിച്ച് നാട്ടിലോട്ട് വരും. ഓക്കെ, നിങ്ങൾക്ക് മാക്സിമം വേണ്ടി ഒരു കേസ് ഒരു 4K നിങ്ങളെടുത്തുണ്ടോ ബഡ്ജറ്റായി പോയിരാം. പിന്നെ നിങ്ങൾ കപ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് അടിച്ചു വിളിച്ചാൽ വേണമെങ്കിൽ 5K, 6K വരെ നിങ്ങൾക്ക് കയ്യിൽ വെച്ചിട്ട് പോകാം. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഇപ്പോൾ അടിച്ചു വിളിച്ച് തരാൻ പറ്റും. സോ ഈ ടിക്കറ്റ് പ്രൈസും ഈ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് മൈൻഡിൽ കണ്ടിട്ട് നിങ്ങൾ സെൽഫ് പ്ലാൻ ചെയ്തിട്ട് ഇത്ര എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് പോയിട്ട് വരിക. എല്ലാവർക്കും ഹാപ്പി ജേർണി. സീ യു നെക്സ്റ്റ് വീഡിയോ.